ഇന്ന് രൊക്കം നാളെ കടം. ഇന്നലെ ഇത് തന്നെയല്ലേ പറഞ്ഞത്? ആ ഇന്നെന്താ ടാക്സിയില്? അയ്യോ 634 പുള്ളിപ്പുലി 1000 രൂപയ്ക്ക് ഉണ്ടാവും. സാറേ, ഞാൻ സാറിനെ പോലെ ഒരു ലോട്ടറി ആരാധകനാ. ഒരു 100 രൂപ കിട്ടിയ തരക്കേടില്ലായിരുന്നു. അടുക്കുകയാണെങ്കിൽ പപ്പാതി, അല്ലെങ്കിൽ നാളെ കാശ് തിരിച്ചു തരില്ല. എന്ത് ചെയ്യുന്നു? ബിസിനസ് ആണ്. എന്ത് ബിസിനസ്? നൺ ഓഫ് യുവർ ബിസിനസ്. ഒരിക്കലും എന്റെ കൂലൊന്ന് കൂവിയാ ഞാനും വരും സാറേ കാറില്. അന്ന് സാർ എന്നോട് കടം ചോദിക്കും. ഒരു അവസരം തരാ, ഒരു കൂലിയാടാ. കൂലും ഇല്ല മയിലും ഇല്ല, ഒന്ന് പോയാ ചന്ദ്രപ്പ. അത് ശരി, ഇനി ആരോട് ചോദിക്കും? ഓ രക്ഷപ്പെട്ടു. ഒരു 100 രൂപ കൂലെടുത്ത് നോക്ക്, ഞാൻ ദേ വരുന്നു. രഘു, രാവിലെ തന്നെ 2 പേരും കൂടി അങ്ങോട്ടേക്കാ? ഇല്ല, ഞാൻ പിന്നീട് ഒരിക്കൽ വന്നുകൊള്ളാം. അതെ, ഉഷ ഇപ്പോൾ പകലൊക്കെ എന്ത് ചെയ്യുന്നു? പകലോ? രാത്രിയിൽ എല്ലാവരും ഉറങ്ങുകയാണല്ലോ പതിവ്. ഇന്നെന്താ ജോലിക്ക് പോയില്ലേ? ആശാരിപ്പണി നിർത്തി, നാളെ മുതൽ പെയിന്റ് പണിക്ക് പോവുകയാണ്. ഓഹോ, നീ ഒരു 100 രൂപ ഇടുന്നേ. 100 രൂപയാ? നീ വന്നേ. ഒരു പെൺകുട്ടിയുടെ മുന്നിൽ വെച്ച് കാശില്ലെന്ന് പറയാൻ നിനക്ക് നാണമല്ലേ രഘു? ഇല്ല, വേണ്ടി വന്നാൽ ഇവളുടെ മുന്നിൽ വെച്ചതേ ഇതേപോലെ കടം ചോദിക്കാനും മടിയില്ല. എന്തേ ചോദിക്കട്ടെ? പോയവിടുന്ന്. എന്താ സുഖല്ലേ? അച്ഛൻ എന്തിനാ ഞങ്ങളെ കണ്ടപ്പോ തിരിച്ചു പോകാൻ തുടങ്ങിയത്? തിരിച്ചു പോവേ? ആ, എന്താ കാര്യം? അത് പിന്നെ നിന്റെ പ്രായത്തില് ഒരു മോൻ പെൺകുട്ടിയായിട്ട് വഴിയിലൂടെ വരുമ്പോ അച്ഛന്റെ മുമ്പിൽ വന്ന് പെട്ടിട്ട് വെറുതെ നിങ്ങൾ ചമ്മണ്ടാന്ന് കരുതിയിട്ട് അവര്. അയ്യോടാ, ഞങ്ങൾക്ക് യാതൊരു ചമ്മലും ഇല്ല. ഇല്ല അല്ലേ? എന്നാ നിങ്ങൾ പോയിക്കോ. ഗംഗേട്ടാ, ഒരാഴ്ചയായി അച്ഛൻ എനിക്കൊരു മണി ഓർഡർ അയച്ചിട്ട് ഇതുവരെ കിട്ടിയില്ലല്ലോ. അത് പിന്നെ 500ന്റെ നോട്ടാണ് അയച്ചതെങ്കിൽ 500-ലാണല്ലോ ഈ കള്ളനോട്ട് വരുന്നത്. അങ്ങനെ വരുമ്പോ വെരിഫിക്കേഷൻ കഴിഞ്ഞ് കിട്ടാൻ കാലതാമസം വരും. അതിന് ഒരാഴ്ചയായി പോസ്റ്റ് ഓഫീസിൽ ചെന്നെങ്കിലല്ലേ? എന്നാ ഞാൻ ഇന്ന് അവിടെ വന്ന് വാങ്ങിക്കോളാം. അയ്യോ വേണ്ട, ഞാൻ വീട്ടിലേക്ക് എത്തിച്ചു തന്നോളാം. മോൾ അവിടെ വന്ന് വിഷമിക്കണ്ട. അവിടെ വന്ന് വാങ്ങാൻ എന്തിനാ വിഷമിക്കുന്നത്? നീ ഇതിനകത്ത് ഇടപെടണ്ട, എന്റെ ഡ്യൂട്ടി ചെയ്യാ എനിക്കറിയാം. വാ, വീട്ടിലോട്ട് വാട്ടാ. ആ മണി ഓർഡർ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്തല്ലേ? ഒരു 100 രൂപ ടിക്കറ്റ് പോസ്റ്റ് വാങ്ങി തന്നാൽ ഞാൻ ഈ രഹസ്യം മൂടി വെക്കാം. ദേ, ഈ പിശാശി എവിടെ പോയി കിടക്കുക? സ്വന്തം പോസ്റ്റിലേക്ക് കൊള്ളടിക്കണേ. എന്തായാലും ഗോൾ ഉറപ്പാ. എന്നാ പിന്നെ സ്വന്തം പോസ്റ്റിലേക്ക് ആയിക്കോട്ടെ എന്ന് കരുതി. അവരടിച്ചു അറിയില്ലല്ലോ. എന്നാ പിന്നെ നിനക്ക് തന്നെ കിട്ടതല്ലേ? കിട്ടിയത് സ്വന്തം ടീമിന്റെ കയ്യിൽ നിന്നാന്ന് പറയല്ല. ഒരു ചെറിയ ഗോൾ അടിച്ചപ്പോഴത്തേക്ക് എല്ലാവരും കൂടി പൊക്കിയെടുത്ത് അഭിനന്ദിക്കാൻ വന്ന അവരുടെ ഒരു കാര്യം. അതെനിക്ക് മനസ്സിലായി. എവിടെ എന്റെ പണം? നീ ഇന്നലെ തരാന്ന് ഉറപ്പ് പറഞ്ഞിട്ടാ ഞാൻ ആ മണി ഓർഡർ അഡ്ജസ്റ്റ് ചെയ്തതെന്ന്. ചെയ്ത ഉപകാരം തിരിച്ചു ചോദിച്ചാ അതിന്റെ ഫലം പോകും പോസ്റ്റ്മാന്. എടാ ലയിച്ചു, പണിക്ക് പോവാത്തവൻ എന്നോട് പരാതിയെ ഞാൻ ഇന്ന് വരെ കേൾപ്പിച്ചിട്ടുള്ളൂ. ഇത് വല്ലവരുടെയും മണി ഓർഡറാ. ഇന്ന് ആ കുട്ടി പൈസ ചോദിച്ച് പോസ്റ്റ് ഓഫീസിൽ വന്ന ഞാൻ അകത്താവും. എന്ത് ചെയ്യാനാ പോസ്റ്റ്മാനെ? എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ എന്ത് വില കൊടുത്തും ഞാൻ പോസ്റ്റ്മാനെ ജാമ്യത്തിൽ ഇറക്കും, അത് ഉറപ്പ്. എടാ ലയിച്ചു, നികുതി അടച്ച കടലാസുമായിട്ട് ഞാൻ കോടതി വന്നേക്കാം. என்னம்மா இது? கொடுத்த படம் തിരികെ കേൾക്കുമ്പോ இந்த மாதிரி கலாட்டா? വാങ്ങിയത് ശരിയാ, പക്ഷെ അത് ഇങ്ങേർക്ക് കൊണ്ടുപോയി ലോട്ടറി എടുത്ത് തൊലക്കാനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. நான் காசு வந்து உங்களுக்கு தான். உங்களோட கணவனல்லே 5000 ரூபாய்க்கு 500 വെച്ച് 10 വാരം. ஆனால் ഒറ്റ വാട്ടി மட்டும் தான் തിരികെ തന്നത്. ഇങ്ങേര് പണിക്ക് പോയി എന്തെങ്കിലും തന്നാലല്ലേ ഞാൻ തരിക. മാസം 4 ഇങ്ങേര് കുടുംബത്തിലേക്ക് എന്തെങ്കിലും തന്നിട്ട്. എന്നാലോ ഒരു ദിവസം മുടങ്ങാതെ പണിക്ക് പോകുന്നു.
പറഞ്ഞൊരു കാര്യം ഞാൻ പൊണ്ടാട്ടി ചൊല്ലിയത് നിജം. രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ നടുവടിഞ്ഞ് വേല ചെയ്താല് കിട്ടുന്നത് 250 രൂപ. ഒരു ഫുള്ള് ബ്രാൻഡി 3 എന്റെ ഷെയർ കൊടുക്കണം 100 രൂപ. അപ്പൊ 100 പോയാ ബാക്കി 150 100 രൂപക്ക് ലോട്ടറി എടുക്കും. കിട്ടിയാലാർക്കാ ഇവക്കും മക്കൾക്കും തന്നെയല്ലേ. ബാക്കി 50 രൂപ. 30 രൂപ വേണം ഈസി ചാർജ് ചെയ്യാൻ. അത് ഈ ടിവിയിൽ പറഞ്ഞ പിള്ളേര് അവിടെ ഇരുന്ന് തെണ്ടുന്നത് കാണുമ്പോ എന്റെ മനസ്സലിഞ്ഞു പോവും. അവർക്ക് 4 SMS അയച്ചാൽ അതും തീർന്നു. പിന്നെ ബാക്കി കയ്യിലുണ്ടാവും 20 രൂപയാ. ഒരു കെട്ട് ബീഡിയും ഈ ചുണ്ടിന്റെ ഇടയിലിടാൻ ഇത്തിരി പൊടിയും വാങ്ങിച്ചു കഴിഞ്ഞാ ബസ് കൂലിക്ക് ഞാൻ പിന്നെ തെറ്റണം മാറിയോ. അതിന്റെ ഇടയിൽ അരിയും കിരിയും വാങ്ങിക്കാൻ കാശില്ലെന്ന് പറഞ്ഞ് മനുഷ്യരെ ശല്യപ്പെടുത്തിയ ഞാൻ എവിടെ ഉണ്ടാക്കാനാ? பொண்டாட்டிக்கும் பசங்களுக்கும் சாப்பிட கூட கொடுக்காம சம்பாதிக்கிற காசு லோட்டரி மேல செலவாக்குறியாடா? തീരുട്ട് നായേ, എടാ എൻ കാശ്. തമിഴാ, നീ എന്നെ ഉപദേശിക്കാൻ വരുകയാടാ? നീ എന്താടാ കരുതിയത്? വട്ടിപ്പലിശക്ക് മലയാളികൾ മുഴുവൻ മുക്കി കൊല്ലാവുന്നോ? ആ എടാ രഘു, നമ്മുടെ സർക്കാരിന്റെ പുതിയ ഗുണ്ടാലിസ്റ്റിൽ പെടുത്തണമവനെ. 125 രൂപ പലിശ വാങ്ങിച്ച് ഇവൻ നമ്മുടെ മലയാളിയുടെ കാശ് മുഴുവൻ പാട്ടുനാട്ടിലേക്ക് കടത്തല്ലേ. പരട്ട പലിശ പോയല്ലേ. ഓണം വരുമ്പോൾ തമിഴ്ന്ന് കാശ് വേണം, കല്യാണം വരുമ്പോൾ തമിഴ്ന്ന് കാശ് വേണം, പൂരം വരുമ്പോൾ തമിഴ്ന്ന് കാശ് വേണം. എതുക്ക്? ഒരു നല്ല സിനിമ പാക്കத்துக்கு കൂടി തമിഴ് സിനിമ എടുക്ക വേണമാ? ഏറിയ മലയാളി പോയാ. നമുക്ക് തമിഴിനെ 2 പൊട്ടിച്ചാലാ? ഒന്ന് വെറുതെ ഇരിക്കട്ടോ. അല്ലെങ്കിൽ വേണ്ട നടത്തറ ശാന്തിയായിട്ട് കവികരെ ബന്ധം പോസ്റ്റ് ഒട്ടിച്ചാലാ? വിട്ടെനിക്ക് എടാ നമ്മുടെ മലയാളികൾക്ക് ഇതല്ലേ ചെയ്യാൻ പറ്റൂ. ആകെ വയലാറ് മാറിയിട്ടുണ്ടാ. മുമ്പേ ഗമിക്കും മണ്ണാച്ചതന്റെ പിമ്പേ ഗമിക്കും മലയാളികളെല്ലാം. അണ്ണാച്ചി ചേട്ടാ, അണ്ണാച്ചി ചേട്ടാ, അയ്യാ അണ്ണാച്ചി അവിടെ നിർത്തുங்க, സ്റ്റോപ്പ് പണ്ണുങ്ക. അതെ அந்த ആള് ശരിയല്ലേ, പൈത്തക്കാരൻ, വിട്ടിടുങ്ക. சாரி விட்டாச்சு. காசு நீங்க கொடு. அப்படிയല്ലേ, ഈ കാശ് കൊടുക്കുമ്പോൾ ശരിയാന ആളുകൾക്ക് കൊടുക്ക വേണ്ടേ? சரியான ஆளு யாரு? ഞാനൊരു ശരിയാന ആള്. എന്നോട് അപ്പാവുക്ക് ഒരു മണി ഓർഡർ പ്രോബ്ലം, അത് സോൾവ് പണതൊക്കെ ഒരു 5000 വേണം. കണ്ടിപ്പാ എല്ലാ വീക്കിലും 500 വെച്ച് പതിക്കലാം. மாட்டேன். நீங்களுக்கு மட்டுமல்ல, இனிமேல் ஒரு மலையாளி விளக்கணங்களுக்கும் காசு கொடுக்க மாட்டேன். போயா, போய் தொலை. சாத்துக்குடி ஜூஸ். അല്ല ഈ അണ്ണാച്ചി പോയാ പോയാ. അവിടെ കിടക്ക്. ദേ, അമ്മയോട് കാണിക്കുന്ന വെളച്ചിലെങ്ങാനും എന്നോട് കാണിച്ചാലുണ്ടല്ലോ വേലിപ്പത്തിലെടുത്ത് നാട് പൊളിക്കും ഞാൻ. കേട്ടില്ലേ, പശുവിന് നീ പറഞ്ഞത് മുഴുവനും മനസ്സിലായി. തൊഴുത്തിൽ നിന്ന് അഴിച്ചു കെട്ടാൻ നോക്കിയതാ, പറമ്പ് മുഴുവൻ എന്നെയിട്ട് ഓടിച്ചു ഈ അശ്രീകരം. ഇതൊക്കെ നിന്റെ അമ്മയുടെ ഡ്യൂട്ടി അല്ലേ? അമ്മ കുടുംബശ്രീയുടെ മീറ്റിങ്ങിന് പോയതാ. നാളെ തൊട്ട് പഞ്ചായത്ത് റോഡ് കാന ഊരാൻ തുടങ്ങല്ലേ. ഓ, കുടുംബശ്രീക്കാരാണല്ലോ നമ്മുടെ നാട്ടിലെ പ്രധാന തോട്ടിപ്പണിക്കാർ. എന്താ ആ ജോലിക്ക് അന്തസ് കുറവുണ്ടോ? ഒട്ടുമില്ല. പക്ഷേ കേരളത്തിലെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി തുടങ്ങിയ പ്രസ്ഥാനം ചപ്പ് ചവറ് വാരലും അപ്പികോരലും മാത്രമായി പോയല്ലോ എന്നോർത്ത് പറഞ്ഞതാണേ. രഘുമാഷ് എന്താ പതിവില്ലാതെ ഈ വഴിക്ക്? അച്ഛൻ ചെയ്യേണ്ട ജോലിയാ, ചെയ്തില്ലെങ്കിൽ അത്യാവശ്യ ഘട്ടത്തിൽ മകന് ചെയ്തല്ലേ പറ്റൂ. ഈ ഫോമിലൊന്ന് ഒപ്പിട്. ഇപ്പൊ ചെയ്യുന്ന ജോലിയൊന്നും കൂടാതെ അച്ഛൻ ലീവ് എടുക്കുമ്പോ പോസ്റ്റ്മാന്റെ പണിയും തുടങ്ങിയോ? ഏയ്, തനിക്കുള്ള മണി ഓർഡർ വാങ്ങി ഞാനിങ്ങ് പോകുന്നേ ഉള്ളൂ. സമയം കളയാതെ ഒപ്പിട്ട് കാശ് വാങ്ങാം ഇവിടെ. മണി ഓർഡറുമായി വരുന്ന പോസ്റ്റ്മാനെ ചില്ലറ എന്തെങ്കിലും കൊടുക്കണമെന്നാ നാട്ടു നടപ്പ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങക്ക് എത്ര തരണം? തരികയാണെങ്കിൽ മുഴുവനും വേണ്ടി വരും. എന്തോ അല്ല, മുഴുവനും സ്വന്തമായിട്ട് എടുത്തോളം പറഞ്ഞതാണേ. വേണ്ട, കടം വാങ്ങിയ കാശല്ലേ, മാഷ് തന്നെ കൊണ്ടുവയ്ക്കോ. എടുത്തോന്നേ, കാര്യായിട്ടാ. ഏയ്, അതൊന്നും വേണ്ട. വേണം. മാഷ് ഇന്നലെ രാവിലെ തൊട്ടി കാശുണ്ടാക്കാൻ ഓടി നടക്കുമായിരുന്നില്ലേ? തൽക്കാലം വാങ്ങിയെടുത്ത് തന്നെ തിരിച്ചു കൊടുത്തേക്ക്. ഞാനെങ്ങനെ അറിഞ്ഞൂന്ന് അത്ഭുതപ്പെടണ്ട. നമ്മുടെ ഇട്ടാവട്ടത്തിലുള്ള നാടല്ലേ, ഇതൊന്നും അറിയാൻ അത്ര ബന്ധപ്പെടേണ്ട കാര്യമില്ല. അപ്പോ ഉഷയുടെ ഫീസ്? നമ്മൾ കളിയാക്കിയ തോട്ടിപ്പണിക്കാരുടെ കുടുംബശ്രീന്ന് അമ്മ ഒരു ലോൺ സംഘടിപ്പിച്ചു. അച്ഛൻ പൈസ അയച്ചിട്ടില്ല എന്ന അമ്മയുടെ വിചാരം. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. മാഷിന്റെ അച്ഛന് പൈസ കിട്ടുമ്പോ തന്നാ മതി. അച്ഛൻ അയച്ചതാണെന്ന് പറഞ്ഞ് ഞാൻ അപ്പ അമ്മയ്ക്ക് കൊടുക്കാം. മാഷ് അതോർത്ത് വിഷമിക്കണ്ട. കേറിയിരിക്കുകയാണെങ്കിൽ ചായ ഇടാം. വേണ്ട, താനിവിടെ ഒറ്റക്കല്ലേ ഉള്ളൂ. ആളുകൾക്ക് തമാശ പറയാൻ ഞാനായിട്ട് ഒരു അവസരം ഉണ്ടാക്കുന്നില്ല. പറട്ടെ. അയ്യോ, ഒരു പുസ്തകം എടുക്കാൻ മറന്നുപോയി. ഇപ്പൊ വരാട്ടോ. ചെല്ല് ചെല്ല്. ഇന്നെന്താ സ്ഥലക്കച്ചവടത്തിന് മ്യൂച്വൽ ഫണ്ട് ചേർക്കാനൊന്നും പോയില്ലേ? ഇന്നലത്തെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്നും പറഞ്ഞില്ല. ഏത് പരീക്ഷയുടെ കാര്യം പറയണേ? ആ, അത് ശരി, എന്നെ കളിപ്പിക്കല്ലേ. PRD ഇൻഫർമേഷൻ ഓഫീസർ എന്ന് പറഞ്ഞ ഒരു വലിയ പോസ്റ്റ് തന്നെയാ. പക്ഷേ കിട്ടിക്കഴിഞ്ഞിട്ട് മതി ഈ ജാട. അതിന് ആ പരീക്ഷ അത് കഴിഞ്ഞോ? കളി വിട് മാഷേ.
ഈ പഞ്ചായത്തിലെ മുഴുവൻ ആളുകളെയും സർക്കാർ സർവീസ് കയറ്റാൻ പോകുന്ന ആളാ സ്വന്തം പരീക്ഷ മാർക്കണത്. അപേക്ഷ അയച്ചു എന്നുള്ളത് സത്യം. പക്ഷെ പരീക്ഷ ഇന്നലെയാണെന്ന്. ജനറൽ നോളജിന്റെ തടിയും പുസ്തകങ്ങളും മാത്രം പോരാ, പത്രവും ഇടയ്ക്ക് നോക്കണം. പക്ഷെ ഹോൾ ടിക്കറ്റ് വന്നിട്ടില്ല. അത് ശരി. അപ്പോ അത് പോസ്റ്റ്മാൻ ഗംഗേട്ടന്റെ കയ്യിൽ തന്നെ കാണും. ചെന്ന് നോക്ക്. ജോലിക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാ ഒരു പെടലി വേദന വന്നത്. വെറുതെ ഒന്ന് കിടന്നു ഉറങ്ങിയതല്ലാട്ടാ. നീ തിരയണ്ട. ഉഷയ്ക്ക് വന്ന മണി ഓർഡർ ഞാൻ മറിച്ചു എന്നുള്ളത് നേരാ. വേറെ ആരുടെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഒരാഴ്ചയിൽ മേലെയായി ഇത് അച്ഛന്റെ കൈ കിട്ടിയിട്ട്. അതും ഈ അഡ്രസ്സിൽ എനിക്ക് വന്നത്. സോർട്ട് ചെയ്തിട്ടുള്ള കത്തുകൾ കയ്യിൽ എടുത്തു എന്നല്ലാതെ ഈ കത്ത് ഞാൻ കണ്ടു കാണില്ല. കത്തുണ്ടോന്ന് ഇങ്ങോട്ട് അന്വേഷിച്ച് വരുന്നവർക്കല്ലാതെ അഡ്രസ്സിലുള്ളവർക്ക് അങ്ങോട്ട് എത്തിച്ചു കൊടുക്കാൻ അച്ഛൻ ഒരു കാലത്തും മെനക്കെട്ടിട്ടില്ല. നിനക്കിത് എവിടുന്നുള്ള കത്ത്? നിങ്ങൾക്കിത് നിസ്സാരമായിരിക്കാം, പക്ഷെ എന്റെ ഒരുപാട് കാലത്തെ അധ്വാനമാണ് തകർന്നത്. എഴുതിയാ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുള്ള ഒന്നിനെയാ നിങ്ങളുടെ നശിച്ച മടി ഇല്ലാതാക്കിയത്. ഇത്രയും കാലം നിങ്ങളുടെ എല്ലാ കൊള്ളരുതായ്മയ്ക്കും കൂട്ടുവന്നവനാ ഞാൻ. നിങ്ങൾ മടി പിടിച്ച് ഇതിനകത്തിരുന്നപ്പോ ഞാൻ നിങ്ങൾക്ക് പകരക്കാരനായിപ്പോയി. നിങ്ങൾക്ക് എത്ര ശമ്പളം കിട്ടുന്നുവെന്നോ അതെന്ത് ചെയ്യുന്നുവെന്നോ ഇതുവരെ ഞാൻ അന്വേഷിച്ചിട്ടില്ല. ഇനി അങ്ങനെ ആയിരിക്കാൻ എനിക്ക് പറ്റില്ല. ഇനി മുതൽ നമ്മൾ രണ്ടാ, ശരിക്കും രണ്ട്.